ഗൈസ്, പോസ്റ്ററും ടീസറും ട്രെയിലറും എല്ലാം കണ്ടപ്പോൾ ഒരു വിന്റേജ് കാലഘട്ടം സൂര്യയുടെ വമ്പൻ തിരിച്ചുവരവാന്ന് പ്രതീക്ഷിച്ച ഒരു പടമായിരുന്നു. കാർത്തിക് സുബ്രാജ് തിരക്കഥ ചെയ്ത് സംവിധാനം ചെയ്ത് നമ്മൾ നടിപ്പൻ നായകൻ സൂര്യയുടെ റെട്രോ. ഈ പടത്തിൽ പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. ഞാൻ പോസിറ്റീവ്സ് വെച്ച് തുടങ്ങാം. സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫ്ലാഷ് ബാക്ക് കാണിച്ചതും എന്തുകൊണ്ട് സൂര്യ ഒരു ട്രോമാറ്റിക് ആയ ഒരു പേഴ്സൺ ആയിട്ട് മാറി എന്നുള്ളത് വളരെ ക്ലിയർ ആയി എവിഡന്റ് ആയി കാണിക്കുന്നുണ്ട് അതിന്റെ ഫ്ലാഷ് ബാക്ക്. എന്ന് വെച്ചാല് ഇത്ര അനുഭവം വന്നൊരു കുട്ടിക്ക് ആ പേടി, ആ ദേഷ്യം, നഷ്ടം എല്ലാം ഉണ്ടാക്കുന്ന ഒരു ട്രോമാറ്റിക് ബിഹേവിയർ അത് സൂര്യയിൽ ഉണ്ടാവാനുള്ള കാരണം, ദേഷ്യത്തിന് കാരണം വളരെ വ്യക്തമായ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. സൂര്യയുടെ ഇൻട്രോ കാണിച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. ജോജു നല്ല ശക്തമായ ഒരു റോൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആ ലുക്കും അപ്പിയറൻസും എല്ലാം അതിന് പ്ലസ് ആണ്. അതിന്റെ കൂടെ അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ട് ജോജോ. നല്ലൊരു പ്രധാനപ്പെട്ട റോളിൽ തന്നെ ശ്വാസിക്കുന്നുണ്ട്. പിന്നെ ജയറാം ഏട്ടനുണ്ട്. ആദ്യത്തെ സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കോമാളി സ്റ്റൈലിലായിപ്പോയോ. ഇപ്പൊ ശങ്കർ പടത്തിലൊക്കെ ജയറാം ഏട്ടനെ ഉപയോഗിച്ച പോലെ, ഗെയിം ചേഞ്ചറിലൊക്കെ ഉപയോഗിച്ച പോലെ കോമാളി ആക്കിയോ തോന്നി. അല്ല, അതിനൊരു റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് ആ ക്യാരക്ടർ വരുന്നത്, എങ്ങനെയാണ് ആ ക്യാരക്ടർ എന്നൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പാരി എന്നുള്ളൊരു ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ആയിട്ടാണ്. കുറച്ചധികം സീനിലുണ്ട് ജയറാം ഏട്ടൻ, നന്നായിട്ടുണ്ട്. പിന്നെ സൂര്യ ഈ വെഡിങ്ങിന് മുന്നേ വില്ലന്മാരോട് പറഞ്ഞ ഡയലോഗൊക്കെ ഉണ്ട്. അതൊക്കെ ആ ക്യാരക്ടർ എന്താണെന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ സത്യം പറഞ്ഞാൽ തരുന്നുണ്ട്. റെട്രോന്റെ ട്രെയിലർ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞതാണ്, എന്നുവെച്ചാൽ ഒരു ദേഷ്യപ്പെട്ട് അടിപിടി കാര്യങ്ങളിലൊക്കെ വല്ലാതെ താല്പര്യം കാണിക്കുന്ന, അങ്ങനത്തെ ഒരു ഗുണ്ടായിസം കാണിക്കുന്ന ഒരു നായകൻ കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടി വരുമ്പം മനം മാറുന്നു. കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് ഇതൊക്കെ, അതായത് ഗുണ്ടായിസം പരിപാടികളൊക്കെ നിർത്തണം, ഒരു ഫാമിലി ലൈഫിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആവാൻ സൂര്യ റെഡിയാവുന്നു. കഥക്ക് വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ട്രെയിലർ കണ്ടപ്പോഴേ അറിയുന്നുണ്ടായിരുന്നു. സോ ഞാനത് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് പോയത്. പിന്നെ അത് എങ്ങനെ എടുത്തു എന്നുള്ളത്, എത്രമാത്രം നമുക്കത് ഇമ്പാക്ട് ചെയ്തു, എങ്ങനെ ഓരോ ക്യാരക്ടറിനെ കാണിച്ചു, ആ ഒരു കാലഘട്ടം എങ്ങനെ അടയാളപ്പെടുത്തി, ഇതൊക്കെ ഹിറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴേ തോന്നിയത്. പറഞ്ഞ പോലെ ആ ഒരു കാലഘട്ടം, അതായത് ഒരു പഴയ കാലഘട്ടം നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. 1990s ആണ് കാണിച്ചത്. അതിന്റെ ഒരു സ്റ്റോറിയും ഉണ്ട് ഇതില്. പക്ഷെ അതിലും മുന്നത്തെ ഒരു കഥയാണ് കാണിക്കുന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിനി. ഈ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞ് എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് കാര്യത്തിലോട്ട് വരുമ്പം അതിലും 1990s അല്ല, അതിലും മുന്നത്തെ ഒരു കഥയായിട്ട് തോന്നുന്നുണ്ട്. പഴയ കാലഘട്ടം, ലുക്ക്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതെല്ലാം നന്നായിട്ട് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാർത്തിക് സുബ്രാജ്. പിന്നെ എടുത്ത കഥ കൊണ്ടുപോയ രീതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. റെട്രോ പറയുന്നത് ലവ് ലാഫ്റ്റർ വാർ എന്നാണല്ലോ ഇതിന്റെ ടൈറ്റിൽ തന്നെ. ഒരു സ്നേഹം ആഗ്രഹിക്കുന്ന പാരി എന്നുള്ള ഒരു കുട്ടി, അതെങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ സ്റ്റോറി പറഞ്ഞിരുന്നുണ്ട്. ഒരു പെൺകുട്ടിയിൽ നിന്ന് ആ സ്നേഹം കിട്ടുമ്പോൾ അത് വിടാതെ പിടിച്ച് ഹോൾഡ് ചെയ്യുന്ന, സ്നേഹം വിടാതിരിക്കാൻ വേണ്ടി ബാക്കിയൊക്കെ വേണ്ട വെക്കാൻ റെഡിയാവുന്ന ഒരു നായകൻ. അത് ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണ്. അത് ട്രെയിലർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പാരിക്ക് അങ്ങനെ സ്നേഹം കിട്ടിയിട്ടില്ല. അങ്ങനെ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട്. ഇതിലെങ്ങനെ ലാഫ്റ്റർ വാർ ഒക്കെ വരുന്നത് സെക്കൻഡ് പാർട്ടിൽ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പാരി ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇത്രയും ഡ്രൈവ് ചെയ്ത് ഇത്രയും ഒരു വഴികളിലൂടെ സഞ്ചരിക്കുന്നുള്ളത് ഭയങ്കര ജസ്റ്റിഫൈഡ് ആണ് സിനിമയിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ട്രോമാറ്റൈസ്ഡ് ചൈൽഡിന്റെ ഒരു ഫീലിംഗ് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് സന്തോഷ് നാരായണൻ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. സൂര്യയുടെ ഇൻട്രോയിൽ മ്യൂസിക് ഇടുമായിരുന്നു. അതുപോലെ തന്നെ സൂര്യ പൂജ മീറ്റ് ചെയ്യും ഒരു വയലിൻ BGM ഉണ്ട്. അതിൽ അവരുടെ പ്രണയമുണ്ട്. എന്നാൽ സൂര്യയുടെ ക്യാരക്ടർ ചെറുപ്പത്തിൽ അനുഭവിച്ച വിഷമം, ഹോപ്പ്ലെസ്നെസ്, ആ ട്രോമാറ്റൈസ്ഡ് ആയ അവസ്ഥയിൽ ഉണ്ടാവുന്ന പ്രേമത്തിൽ ഉണ്ടാവുന്ന ഫീലിംഗ് ഒക്കെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് സന്തോഷ് നാരായണന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പൊളിച്ചു. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫില് സൂര്യയുടെ എൻട്രി ഉണ്ട്, അതിന് കൊടുത്ത മ്യൂസിക്കും എല്ലാം കിട്ടില്ല, അതിന് വേറെ ലെവലായിട്ടുണ്ട്. ഇതുപോലെയുള്ള വിന്റേജ് കൾട്ട് ആ ഒരു കാലഘട്ടത്തിലുള്ള പടങ്ങൾക്ക് മ്യൂസിക് കൊടുക്കാൻ സന്തോഷ് നാരായണന്റെ മ്യൂസിക്കിന് എപ്പോഴും കിടലിനായിട്ട് സാധിക്കാറുണ്ട്. കൽക്കിയാണ് അതിന് വേറൊരു എക്സാമ്പിൾ. ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് മ്യൂസിക്. പിന്നെ സൂര്യയുടെ വൻ തിരിച്ചുവരവായിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് ആദ്യം കൊടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് സംഭവങ്ങളുണ്ട്. പിന്നെ അതിനുശേഷം മാറുന്നതും സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരൻ കൊടുക്കുന്ന ഒരു ചിരിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഉള്ളിലൊരു സന്തോഷം ഉണ്ടാക്കിച്ചിട്ടുണ്ട്. ആ മൊമെന്റും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ആ ലവർ മാത്രമാണ് പാരി എന്നുള്ള ഒരു വ്യക്തിയുടെ ലൈഫിലെ ഹോപ്പ്. അതൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കണ്ണ് നിറയിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. ക്ലൈമാക്സിനടുത്തൊക്കെ സൂര്യ കിട്ടലിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറെ പേര് ഇത് കങ്കുവായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കങ്കു ഇത് കമ്പയറബിൾ അല്ല എന്നാ തോന്നിയത്. കങ്കു വളരെ മോശമായ ഒരു സ്ക്രിപ്റ്റ് ആണ്. ഒരു കഥയില്ല, ഒരു കുന്തുമില്ല. എന്നാൽ സൂര്യനെ കൊണ്ട് എന്തൊക്കെയോ മാളിത്തരം കാണിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റെട്രോയിൽ എത്തുമ്പോൾ അങ്ങനെയല്ല. കൃത്യമായിട്ട് ഒരു ക്യാരക്ടർ എന്താണ്, അതിന്റെ ഫ്ലാഷ് ബാക്ക് എന്താണ്, അത് എന്തുകൊണ്ട് ഇങ്ങനെയായി, എന്തുകൊണ്ട് അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നു, എന്താണ് അവരുടെ പാസ്റ്റ്, അതൊക്കെ നന്നായിട്ട് ആ പാരി എന്നുള്ള ക്യാരക്ടർ നന്നായി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോജുവിന്റെ ക്യാരക്ടർ, ഓരോ ക്യാരക്ടർ നന്നായി ബിൽഡ് ചെയ്തു. നല്ല തിരക്കഥയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ മലയാളത്തിൽ നിന്ന് സുജിത്തും കൂടി ഉണ്ട്, അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ട്. 4 മലയാളികളുണ്ട്.
എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയ റോൾ തന്നെയാണ് സിനിമയിലുള്ളത്. പിന്നെ ഒരു സീനുണ്ട്, ജോജുവും സൂര്യയും സെക്കൻഡ് ഹാഫിൽ മീറ്റ് ചെയ്യുന്ന ഒരു കുറച്ചൊരു കോമഡി സ്റ്റൈലില് സൂര്യ ഡാൻസ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട്. ആ സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂര്യ വേറെ ലെവൽ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. പമ്പ തിരിച്ചുവരവായിട്ടാണ് ഈ സിനിമ തോന്നിയത്. ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഗൂഗിളിൽ കാണിക്കുന്നത് കെച്ച കെമ്പഗ്ഡെ പറഞ്ഞ ആളാണ്. കിഡു ആക്ഷൻ സീനുകളുണ്ട്. പിന്നെ ഒരു ക്യാമിയോ വരുന്നുണ്ട് ഇതില്, ഒരു പാട്ട് സീനിലൂടെ വരുന്നുണ്ട്. അവരൊക്കെ നല്ല ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വില്ലൻ ഒരേ പൊളിയാണ്. ആ ലുക്ക്, ആറ്റിറ്റ്യൂഡ്, ആ ഒരു ക്യാരക്ടർ എല്ലാം കിട്ടുവാക്കിയിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് പാരി എന്നുള്ള സൂര്യയുടെ ക്യാരക്ടറിന്റെ ചെറുപ്പം, ഒരു പ്രണയത്തിലെടുക്കുന്നതും അതിൽ ബ്രേക്കപ്പ് ആവുന്നതും അതിന്റെ സിറ്റുവേഷനിലുള്ള പാരി എന്നുള്ള ക്യാരക്ടറിന്റെ ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡാണ് ഈ സിനിമ. എനിക്ക് തോന്നിയ നെഗറ്റീവ് എന്താ വെച്ചാല് സിനിമയിൽ ഒരു അന്ധവിശ്വാസമായി കണക്ട് ചെയ്തിട്ട് ഒരു സ്റ്റോറി വെക്കണ്ടായിരുന്നു. ഒരു വ്യക്തി വരുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നു, ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ഉണ്ടല്ലോ, അത് വേണ്ടിയിരുന്നില്ല. അത് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് കൺവിൻസിങ് ആയേനെ. അതാണ് എനിക്ക് ഈ സ്റ്റോറി തിരക്കഥയിൽ ആകെ ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ട്. അല്ലാത്ത പക്ഷം സ്റ്റോറി തുടങ്ങിയത്, ക്യാരക്ടർ ബിൽഡ് ചെയ്തത്, ഫ്ലാഷ് ബാക്ക്, എല്ലാം എങ്ങനെ ഇമോഷണലി മെന്റലി പാരി കടന്നു പോകുന്നു എന്നുള്ളതൊക്കെ കാണിച്ചവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു സൂര്യ ഫാൻ ആയതുകൊണ്ട് എടുത്ത് പൊക്കി അടിച്ച് പറയുന്ന ഒന്നുമല്ല. എനിക്ക് പടം വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് അതിന്റെ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, സൂര്യയുടെ അഭിനയം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതാണ് കഥ എന്നുള്ളത് എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴേ തോന്നി. അതെനിക്കൊരു ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു കാര്യം വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചല്ല പോയത്. അതുകൊണ്ടാവും എനിക്ക് എന്തുകൊണ്ടോ സിനിമ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയി. എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എക്സെപ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു അന്ധവിശ്വാസം എന്നെ കണക്ട് ചെയ്യാതിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. ഇത് തിരിച്ചു വരവാവട്ടെ. നിങ്ങൾ ഈ പടം കണ്ടോ? നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടോ? സൂര്യ എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? ഇത് സൂര്യയുടെ തിരിച്ചുവരവായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം. ഇനി സിനിമ കാണാൻ പോകുവാണോ, വെയിറ്റിംഗ് ആണോ, അതും താഴെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.